രാജീവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഒരുപാട് കുട്ടികൾ അമ്മയോട് ചോദിക്കുന്നു, അമ്മയുടെ മുടി ഇങ്ങനെ കറക്കാൻ കാരണം എന്താണ്, അമ്മ ഇങ്ങനെ വളരാൻ കാരണം എന്താണ്, നല്ല തിക്കുണ്ടല്ലോ എന്നൊക്കെ. മക്കളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചും നമ്മൾ തേക്കുന്ന എണ്ണയെ ആശ്രയിച്ചും ഒക്കെ ഇരിക്കും നമ്മളുടെ മുടിയുടെ കളറും വളർച്ചയും ഒക്കെ. നമ്മൾ ഭക്ഷണം അത്യാവശ്യം പോഷകാഹാരങ്ങൾ ഉള്ളിലേക്ക് കഴിക്കണം. പരിപ്പ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ധാരാളം കഴിക്കണം നമ്മളെ. എങ്കിലാണ് നമ്മൾക്ക് മുടി വളർച്ച ഉണ്ടാവുള്ളൂ. പുറത്തേക്ക് മാത്രം നമ്മൾ തേച്ചുകൊണ്ട് മാത്രം ആവില്ല. അതുപോലെ തന്നെ മക്കളെ, നമ്മളെ എല്ലാ സമയത്തും നന്നായി വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആയിട്ട് മുടി പൊഴിച്ചിൽ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അതിനുള്ള ഗുളിക കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഉള്ളൂ വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി പൊഴിച്ചിലുണ്ടാവും. പിന്നെ സ്വാഭാവികമായ കളറ് കുറയും. നമ്മളുടെ മുടി ഒരു പ്രായം വന്നു കഴിഞ്ഞാൽ കളർ കുറയും. ഈ അമിതമായ കെമിക്കൽ ഷാമ്പുവിന്റെ ഉപയോഗം കാരണം നമ്മളുടെ മുടി വല്ലാതെ കളർ കുറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആവണതും ഇലകൾ അരച്ച് താളിയാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലും നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ടിപ്പ് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഡൈ അടിക്കേണ്ടി വരില്ല. മുടി നല്ല കറുത്ത് വളരുകയും ചെയ്യും, മുടി കറുത്ത കളർ കിട്ടുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് എണ്ണ കാച്ചി തേക്കാൻ പറ്റും വീട്ടില്. അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടെന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ഒരുപാട് അളവിലൊന്നും എണ്ണ കാച്ചി വെക്കരുത്. ആദ്യം കാച്ചുന്ന ഒരാളെ കുറച്ച് അളവിൽ എണ്ണ കാച്ചി വെക്കുക. അതിനുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായി നമ്മൾ ഒരിക്കലും പാക്കറ്റ് വെളിച്ചെണ്ണ കൊണ്ട് എണ്ണ കാച്ചരുത്. വെളിച്ചെണ്ണയാണ് മുടിയിലേക്ക് ഏറ്റവും നല്ല എണ്ണ കേട്ടോ. നല്ലെണ്ണയെക്കാളൊക്കെ നമുക്ക് കടലെണ്ണ, ചിലവര് കടുകെണ്ണ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഒന്നുകിൽ നിങ്ങൾ വീട്ടിലത്തെ നാളികേരം ചക്കിലാട്ടിയിട്ടുള്ള എണ്ണ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള മില്ലിൽ നിന്ന് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എണ്ണ കാച്ചുക. ആദ്യം നിങ്ങൾ ഒരു 200 ഗ്രാം എണ്ണ കാച്ചി വെച്ചാൽ മതി. ഏകദേശം നിങ്ങൾക്ക് ഞാൻ അത് എങ്ങനെ കാച്ചുക എന്നുള്ളത് പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു 2 പിടി കറിവേപ്പില. അത് നന്നായി കഴുകി തുടച്ച് വെള്ളമയം തീരില്ലാതെ ഫാനിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും വെച്ച് ഉണക്കണം. പിന്നെ അത്ര കറിവേപ്പില എടുത്ത് അത്ര എണ്ണ വേണ്ട. നമുക്ക് ആര്യവേപ്പില അതിന്റെ നേരെ പകുതി മതി. നമുക്ക് കറിവേപ്പില കൂടുതൽ വേണം, ആര്യവേപ്പില അതിൽ പകുതി. അങ്ങനെ അത് നമുക്ക് കറിവേപ്പില നമ്മൾ കൂട്ടുന്നത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ല കട്ടിയോട് കൂടി വളരാനും വേണ്ടിയിട്ടാണ്. ആര്യവേപ്പില നമ്മൾ കൂട്ടുന്നത് മുടിയിലെ താരം പോകാനും ചൊറിച്ചിൽ മാറാനും ഒക്കെയാണ്. പിന്നെ നമ്മൾ ഒരു പിടി തുളസിയിലയാണ്. തുളസിയില നമ്മളുടെ മുടിയിലെ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. വിയർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ദുർഗന്ധം നിന്ന് കുരുക്കളൊക്കെ മുളയ്ക്കും നമ്മുടെ തലയില്. അതൊക്കെ ഒഴിവാകാനും താരൻ വരാതിരിക്കാനും തണുപ്പ് പറ്റാതിരിക്കാനും നീരിറക്കം അതൊന്നും വരില്ല നമ്മൾ തുളസിയില കൂട്ടിയാൽ. പിന്നെ നമ്മൾ ഒരു പിടി പനിക്കൂർക്കയില കൂട്ടണം. പനിക്കൂർക്കയില നമുക്ക് ഇതേപോലെ തന്നെ മുടിക്ക് സ്വാഭാവികമായ കറുത്ത കളർ കിട്ടുകയും ചെയ്യും. തല ചൊറിച്ചിലോ യാതൊന്നും വരില്ല. ആർക്കും നീർക്കെട്ട് വന്നു എന്നുള്ള പേടിയേ വേണ്ട. അപ്പൊ നമ്മൾ ഒരു പിടി പനിക്കൂർക്കയില, ഒരു പിടി തുളസിയില, കറിവേപ്പില, ആര്യവേപ്പില ഒക്കെ പറഞ്ഞു അല്ലേ നമ്മളെ. ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് അറിയോ? ഇനി നമുക്ക് പൂവാങ്കുറുനില പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നമ്മളെ കൺമഷി ഉണ്ടാക്കുന്ന സാധനമാണ്. അതും നമ്മൾ വളരെ ഒരു പിടി, ഒക്കെ ഒരു പിടിയാണ് കേട്ടോ, അനുപാതം അത്രയാണ്. അതും ഒരു പിടി എടുക്കണം. ഒരു 5 ഉണക്കനെല്ലിക്കയുടെ കഷ്ണങ്ങൾ, കുരു ഒഴിവാക്കണം. അരിഞ്ഞ ഉണക്കനെല്ലിക്ക ഇല്ലാത്ത ഒരു പച്ചനെല്ലിക്കയുടെ കഷ്ണം എടുത്താലും മതി. പിന്നെ ഒരു പിടി മൈലാഞ്ചിയില, ഒക്കെ കുറവ് കൈപ്പിടിയാണ് കേട്ടോ ഒക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു പിടി ഭൃംഗരാജ്, കൊത്തിമുറിച്ച് താമൂലം, ഒരു 3 ചെടി മതി, അത്രേ വേണ്ടു. പിന്നെ നീലമരി നിങ്ങൾക്ക് കിട്ടിച്ചാൽ അതും ഒരു പിടിയല്ല, എല്ലാം കൂടിയ നമ്മൾ ക്രഷ് ചെയ്യണത്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഒരു 10 ചെറിയ ഉള്ളിയാണ്. 10 ചെറിയ ഉള്ളി, അതും നമ്മൾ എല്ലാം കഴുകി തുടച്ച് വെള്ളമയം ഇല്ലാതെ വെക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ഈ 200 ml വെളിച്ചെണ്ണയിലേക്ക് 200 ml നാളികേരപ്പാൽ നമ്മൾ എടുക്കണം. നാളികേരത്തിന്റെ പാല്, കട്ടിപ്പാല്. എത്ര വെളിച്ചെണ്ണയെന്ന് വെച്ചാൽ അത്ര കട്ടിപ്പാല് നാളികേരപ്പാൽ നിങ്ങൾ എടുക്കണം. എണ്ണ കുറയോ ഇല്ല, മുടിക്ക് നല്ല പ്രോട്ടീൻ കിട്ടാനും കൂടിയിട്ടാണ്. ഈ പ്രോട്ടീൻ കിട്ടുന്നതോട് കൂടി നമ്മളെ മുടി ഏത് തുറുമ്പൻ മുടിയും നന്നായിട്ട് കറുത്ത് നല്ല ഭംഗിയിൽ വളരും. മുടി സൗന്ദര്യത്തിനും കൂടി പ്രശസ്തി ഉണ്ട് അല്ലേ. നല്ല കറുത്ത സുന്ദരമായ കാർക്കൂന്തൽ കാണാൻ ഒരു ഭംഗി തന്നെയാണ്. അല്ലാതെ ചെമ്പൻ കളറോട് കൂടി തുറുമ്പൻ തല നമുക്കൊരു സുഖവും കിട്ടുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് നല്ല കറുത്ത് തഴച്ച് വളരാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പൊ നാളികേരപ്പാൽ വെളിച്ചെണ്ണയുടെ അത്ര നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ കൂട്ടേണ്ട സാധനം എന്താ വെച്ചാൽ കരിഞ്ജീരകം, ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഉലുവ, ഇതൊക്കെ നമ്മള് ഒരേ അനുപാതത്തിലൊക്കെ ഓരോ പിടിയേ വേണ്ടു. ഈ 200 ml ഒക്കെ ഓരോ പിടിയേ വേണ്ടു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ
വലിയ ടീസ്പൂണിന് ഓരോ ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ. കരിഞ്ജീരകം, ഉലുവ, ഗ്രാമ്പു നമുക്ക് 4 എണ്ണേ വേണ്ടു. 4 ഗ്രാമ്പു. പിന്നെ നമ്മളെ കറിയിലൊക്കെ അരയ്ക്കണ നല്ല ജീരകല്ലേ, അത് നമ്മൾ 1/4 ടീസ്പൂണ്. പിന്നെ നമ്മൾ എള്ള്, വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ എള്ളെണ്ണ പാരൊന്നും വേണ്ട, ഒരു ലേശം എള്ള് ക്രഷ് ചെയ്തിട്ടാൽ നന്ന, 1 ടീസ്പൂൺ എള്ള്. ഇതൊക്കെ അനുപാതമാണ് കേട്ടോ. 10 കുരുമുളകിന്റെ മണി, അത് നമുക്ക് നീർവീഴ്ച വരാതിരിക്കാനാണ് 10 കുരുമുളകിന്റെ മണി നമ്മൾ കൂടുന്നത്. പിന്നെ നമ്മൾ 2 വെളുത്തുള്ളിയുടെ അല്ലി, 2 വെളുത്തുള്ളിയുടെ അല്ലി. ഇത്രയും സാധനങ്ങളെ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു സാധനം എന്താ വെച്ചാൽ കറ്റാർ വാഴ. ഇത്ര പോകുന്ന ഒരു തണ്ട് കറ്റാർ വാഴ നിങ്ങൾ ആ പച്ച കളർ മുഴുവൻ ചെത്തി കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കാട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മള് മിക്സിയുടെ വലിയ ജാറിൽ അരയ്ക്കണ്ട, ക്രഷ് ചെയ്താൽ മതി. പെട്ടെന്ന് എണ്ണ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഒന്നാണ് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഈ വെളിച്ചെണ്ണയും നാളികേരപ്പാലും ഈ സാധനങ്ങളും എല്ലാം കൂടി ഒപ്പം അടുപ്പത്ത് വെച്ച് ഒരു കൃത്യം നിങ്ങൾക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ആവുമ്പോഴേക്ക് തന്നെ ഇത് മൂത്തിട്ട് നല്ല മണം വരും. കറിവേപ്പില ചെറുതായിട്ട് ഒന്ന് പൊട്ടല് തരണം. ആ സമയത്ത് നിങ്ങൾക്ക് ഇതിലിടാൻ വേറൊരു സാധനം ഉണ്ട്. അങ്ങനെ മൂത്ത് തോന്നുമ്പോ ഒരു പിടി ചെമ്പരത്തി പൂവ്. അപ്പൊ അതിന്റെ മൂട്ടിലത്തെ പച്ചയും തലപ്പത്ത പൂമ്പൊടി പോലത്തെ സാധനമൊക്കെ കളഞ്ഞ് നിങ്ങൾ റെഡിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ടാവണം. അതും കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടാവണം. ഏകദേശം ഈ എണ്ണ മൂത്തൂന്ന് തോന്നുന്ന സമയത്ത് ഈ ചെമ്പരത്തിപ്പൂവ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ് അടിയിൽ പോയിട്ട് പുറത്തേക്ക് ഇങ്ങനെ പൊന്തി വരും. അതിന്റെ ചുവപ്പ് കളറ് മാറി അതിനൊരു വൈലറ്റ് കളറിലേക്ക്. പിന്നെ അതിലത്തെ നമുക്ക് പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും, എണ്ണമയം പറ്റ പോയി എന്ന് മനസ്സിലാവും, വെള്ളമയം പറ്റ പോയി എന്ന് മനസ്സിലാവും, ചെറുതായിട്ടൊക്കെ ബലം വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് വേണം നിങ്ങൾ തീ ഓഫ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 4 കുരുമുളകിന്റെ മണി ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. കുരുമുളകിന്റെ മണി എണ്ണയുടെ അടിയിൽ പോയി പുറത്തേക്ക് ഇങ്ങനെ പൊന്തി വരും. ഒന്നിങ്ങനെ പൊന്തി വരും, പൂ പോലെ അങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തീ ഓഫ് ആക്കണം. ഈ മൂപ്പ് അറിയാത്തത് നല്ല പ്രശ്നമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളെ മുടി കൂടുതൽ വഷളാവുകയുള്ളൂ. മൂപ്പ് കൂടിപ്പോയാൽ മുടി കൊഴിയും, മൂപ്പ് കുറഞ്ഞു പോയാൽ നീരിറക്കം പിടിക്കും. അപ്പൊ അതിന്റെ ഇടയിലുള്ള കൃത്യമായ മൂപ്പ് മണൽ പരുവം എന്ന് പറയും, അല്ലെങ്കിൽ മെഴുകു പരുവം എന്ന് പറയും, കൽക്കന്. അത് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മണൽ പരുവവും മെഴുകു പരുവവും നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് വേണം നിങ്ങൾ തീ ഓഫ് ചെയ്യാനായിട്ട്. എന്നിട്ട് നിങ്ങൾ ആ എണ്ണ ഒന്നും ചെയ്യരുത്. ഒരു തുണി, ഇരുമ്പിന്റെ ചട്ടിയിൽ തന്നെ കാച്ചാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഇരുമ്പിന്റെ ചട്ടിയിലാണ്, തുടച്ചിട്ടുള്ള ഇരുമ്പിന്റെ ചട്ടിയിലാണ് ഈ എണ്ണ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഈ എല്ലാവരും പേടിക്കണ്ട, ഇരുമ്പിന്റെ ചട്ടി ഇല്ലാത്തവരാരും പേടിക്കണ്ട. അലുമിനിയം ചട്ടിയിലും എണ്ണ കാച്ചാം, കിൻഡാലിയത്തിലും എണ്ണ കാച്ചാം. അപ്പോ ചൂട് നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മളെ ഇരുമ്പിനെ ഉള്ളൂ. അത് കാരണമാണ് നമ്മൾ ഇരുമ്പിന്റെ ചട്ടിയിൽ എണ്ണ കാച്ചണം എന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ അതിന്റെ അയൺ കണ്ടന്റ്, ഇരുമ്പിന്റെ അയൺ കണ്ടന്റ് നമ്മളെ മുടിക്ക് വളരെ നല്ലതാണ്. കളറ് കൊടുക്കാൻ, കറുപ്പ് കളറ് കൊടുക്കാൻ വളരെ നല്ലതാണ്. മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് വിചാരിച്ചിട്ട് ഇരുമ്പില്ല വിചാരിച്ച ആരും സ്കിപ്പ് ചെയ്ത് പോണ്ട. ഒരു 10 ആണി നിങ്ങൾ കഴുകി തുടച്ച്, തുരുമ്പുള്ള ആണി കഴുകി തുടച്ച് ഉണക്കി വെച്ച ആണി ഈ എണ്ണ ചൂടാറുന്നതിന്റെ മുന്നേ ആയിട്ട് അതിലിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങളൊരു വെളുത്ത തുണി കൊണ്ട് മൂടി വെക്കുക. അടച്ചു വെക്കരുത്, നീരാവി അതിലേക്ക് ഇറങ്ങാതിരിക്കാനാണ് തുണി ഇട്ട് വെക്കുക. എന്നിട്ട് ഇരുമ്പും അതിലിട്ട് വെക്കുക. നേരത്തോട് നേരം 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഇരുമ്പിന്റെ അംശമൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങും. ഈ നമ്മൾ കാച്ചി വെച്ച എല്ലാ സാധനങ്ങളും, അതായത് നമ്മള് കറിവേപ്പില, അരിവേപ്പില, പനിക്കൂർക്കയില, തുളസിയില, ചെമ്പരത്തിപ്പൂ, ഇതൊക്കെ കൂട്ടിയില്ലേ, കരിഞ്ജീരകം, ഉലുവ, ഗ്രാമ്പു, കുരുമുളക്, നല്ല ജീരകം, ഉള്ളി എല്ലാം കൂട്ടി നമ്മളല്ലേ. അതിന്റെ എല്ലാം കറ്റാർവാഴ, ഇതിന്റെ എല്ലാം സത്ത് അതിലേക്ക് കൃത്യമായി അടങ്ങിയിട്ടൊരു കറുപ്പിനോട് ചേർന്ന പച്ച കറുപ്പുള്ള എണ്ണയിട്ട് അത് പിറ്റേ ദിവസം നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് ഊറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ എണ്ണ നിങ്ങളൊരു വായ്വട്ടുള്ള ഒരു ഗ്ലാസിന്റെ ജാറിൽ ഒഴിച്ചു വെക്കണം. അടപ്പ് നല്ല മുറുക്കുള്ള അടപ്പുള്ള ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഈ എണ്ണ നിങ്ങൾക്ക് ഒരു 1.5 മാസം ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ എണ്ണയുടെ മൂപ്പ് പാകം അറിയാൻ ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾ പരീക്ഷിക്കണം. മൂപ്പ് ഏറരുത്, കുറയരുത്, രണ്ടും ചെയ്യരുത് കേട്ടോ. അപ്പൊ ഈ എണ്ണ എങ്ങനെ ഉപയോഗിക്കാന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ എണ്ണ കുളിക്കുന്നതിന്റെ 1/2 മണിക്കൂർ മുന്നെങ്കിലും തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മളുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം മസാജാണ്. ഈ എണ്ണയെക്കാളും അത്യാവശ്യമാണ് മസാജ്. മസാജ് ഇല്ലാതെ എണ്ണ നെറുകിൽ പൊത്തി ഇളകാതെ പോയി കുളിച്ചു വന്നാൽ മുടി വളരില്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കണം. ഈ വിരലിന്റെ തലപ്പ് കൊണ്ട് ഈ എണ്ണ നല്ല മസാജ് കൊടുത്ത് ഇഴകളിലും കുറേശ്ശെ എണ്ണ തേച്ച് നിങ്ങൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10 ചെമ്പരത്തിയുടെ ഇലയും
ഒരു 10 ചെമ്പരത്തി പൂവും കൂടി ഞെരടി അതിന് ചെറിയൊരു വഴുപ്പുണ്ടാവും, അത് അരിച്ച് അതുകൊണ്ട് കഴുകി കളയുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസം തേച്ചാൽ മതി എണ്ണ കേട്ടോ. അങ്ങനെ കഴുകി കളയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിരയിലും, പിന്നെ നിങ്ങൾക്ക് ഡൈ അടിക്കേണ്ടി വരില്ല. നല്ല കറുത്ത മുടി പതുക്കെ 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 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഒരു യൂസിലല്ല, പതുക്കെ പതുക്കെ നിങ്ങൾ അത് ശീലിക്കണം. പിന്നെ ഞാൻ പറയുന്നുണ്ട്, ഈ പല്ല അകലുള്ള ചീർപ്പോണ്ട് ചീന്തണം. നിങ്ങൾ ഒരിക്കലും പല്ല അകന്ന ഇങ്ങനെ അണഞ്ഞിട്ടുള്ള പേൻ ചീന്തണ ചീർപ്പ് പോലത്തെ ചീർപ്പ് നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഈറൻ മുടി ചീന്തരുത്, എണ്ണ തേച്ച് ചീന്തരുത്. ഈ സമയത്തൊക്കെ മുടിക്ക് ഇലാസ്റ്റികത വരും, ഒരു ഇലാസ്റ്റിക് പോലെയാവും നമ്മളെ മുടി, വലിഞ്ഞു പൊട്ടാനും പറഞ്ഞു പോരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എണ്ണ തേക്കണതിന്റെ മുന്നേ കൈകൊണ്ട് നന്നായി കൂടർത്ത് പല്ലകലുള്ള ചീർപ്പോണ്ട് നന്നായി ചീന്തി, ഈ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലും നല്ല ഫാൻസി കടകളിലൊക്കെ കിട്ടും കേട്ടോ പല്ല് നല്ല അകലുള്ള ചീർപ്പേ. ആ ചീർപ്പൊണ്ടേ നിങ്ങൾ ചീന്താവുള്ളൂ. അതൊക്കെ ചീന്തിയതിന് ശേഷം എണ്ണ തേക്കണം. നിങ്ങൾ ഒരു കാരണവശാലും എണ്ണ തേച്ച് ചീന്താമെന്ന് കരുതരുത്. അതുപോലെ തന്നെ ഈറൻ മുടി ഒരു കാരണവശാലും നിങ്ങളെ ചീന്തരുത്. ഈറൻ മുടി ചീന്തിയാലും നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോരും. അപ്പൊ നിങ്ങൾക്കൊരു ഭംഗിയില്ലാത്ത മുടിയാവും കിട്ടുക, അവിടെയും ഇവിടെ ഓരഴ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മുടിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാജ് രാത്രി സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടി നന്നായി ഉണങ്ങിയതിന്റെ ശേഷം മാത്രമേ മുടി കെട്ടിവെക്കാവുള്ളൂ. ആ കെട്ടിവെക്കണ സമയത്ത് 2 തുള്ളി എണ്ണ കയ്യിലേക്ക് എടുത്ത് കയ്യിലിട്ട് നന്നായി ചൂടാക്കിയ, നല്ല ചൂട് വരും ഇങ്ങനെ വരുത്തിയാല്. ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ മസാജ് ചെയ്ത് ഇഴകളൊക്കെ ഒന്ന് പതുക്കെ തലോടി, ചൂടൊക്കെ കളഞ്ഞ മുടിയിൽ വേണം കേട്ടോ, ചീന്തി വൃത്തിയാക്കിയ മുടിയിൽ വേണം. എന്നിട്ട് നിങ്ങൾ നെറുകിലേക്ക് പതുക്കെ ലൂസാക്കി കെട്ടിവെക്കണം. ഒരു കാരണവശാലും വരിഞ്ഞു മുറുക്കരുത് കേട്ടോ, അഴിച്ചിടരുത്. അഴിച്ചിട്ടാൽ നമ്മൾ കടക്കുമ്പോൾ ഡാമേജ് ആവും മുടി. ഉയരത്തേക്ക് ഇങ്ങനെ ഇവിടേക്ക് കെട്ടിവെക്കുക നിങ്ങൾ രാത്രി കാലങ്ങളിൽ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇതും പേടിക്കുകയേ വേണ്ട. നല്ല സുന്ദരമായ മുടി, കറുത്ത മുടി നിങ്ങൾക്ക് സ്വന്താക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കൂടി മസ്റ്റ് ആണ്. വെള്ളം കുടിക്ക് ആരും ഒരു കുറവും മഴക്കാലം വേനൽക്കാലം ഭേദമില്ല. സിപ്പുമായിട്ട് ഇടയ്ക്ക് നമുക്ക് വേണ്ട വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയിട്ട് മുടി മുഴുവനും പൊട്ടിക്കൊഴിഞ്ഞ് സൗന്ദര്യമില്ലാത്ത മുടിയായി വരും. പിന്നെ ഡെയിലി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു നെല്ലിക്ക, ഒരു 10 കറിവേപ്പില, ഒരു 2-3 മണി കുരുമുളക് മണി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ചെറിയ മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് ആ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ജ്യൂസാണ്. പിന്നെ നിങ്ങൾക്ക് രാവിലെ കറ്റാർവാഴയും പുതിനയിലയും ഒരു നുള്ളു നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ജ്യൂസും കഴിക്കാവുന്നതാണ്. നന്നായി മുടി വളരും. പിന്നെ നട്ട്സുകൾ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, നിലക്കടല, ഇങ്ങനെയുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, അതുപോലെ തന്നെ എന്താ പറയാ അത്തിപ്പഴം, അത് നല്ലതാട്ടോ മുടി വളർച്ചയ്ക്ക്. ആ വട്ടത്തിലുള്ള പഴം, അതൊക്കെ നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സ്. അപ്പൊ നിങ്ങൾ ഈ പോഷകാഹാരത്തിനൊന്നും ഒരു കുറവും വരുന്നുണ്ട്. ഒരു കോഴിമുട്ട ഡെയിലി ഒരാൾ കഴിക്കണം, ഒരു ഗ്ലാസ് പാല് ഒരാൾ കഴിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഈ ജന്മത്തെ ഡൈ അടിക്കേണ്ടി വരില്ല. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല മഴ പെയ്യ മക്കളെ, എത്രണ്ട് സൗണ്ട് കേൾക്കണ്ടെന്ന് അറിയുന്നില്ല. നല്ല മഴയാണ്, കർക്കിടകത്തിലെ നല്ല മഴയാണ്. അപ്പൊ ഇതെല്ലാരും ശീലിച്ചു പോരാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.